അപ്പോൾ മുന്നത്തെ ഒരു ലൈഫും ഈ ഒരു ലൈഫും തമ്മിൽ മെയിനായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഡിഫറൻസ് എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. മുന്നത്തെ ലൈഫ് എന്ന് പറയുമ്പം മെറി എൻജിനീയർ ആയിരുന്നു. മെറി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ബിസി ലൈഫ്, വർക്ക്, ഹോം, അങ്ങനെ അതന്നെ, വേറെ ഒന്നും നമുക്ക് സമയമില്ല. രാവിലെ എണീക്കുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നു, ആ ഒരു ബിസി സ്കെഡ്യൂൾ. പിന്നെ ഡെഫിനറ്റ്ലി കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കുറേ ലോൺസ്, കാര്യങ്ങൾ, എപ്പോഴും ഓട്ടവും ടെൻഷനും കാര്യങ്ങളൊക്കെ. എൻ്റെതായാലും അങ്ങനെ തന്നെ. ഞാൻ വർക്ക് ചെയ്തിരുന്നതൊരു കമ്പനിയിലാണ്, ഇപ്പം പ്ലേ എന്ന് പറയുന്നൊരു കമ്പനിയിൽ ഇതിലെ റീജിയണൽ ഹെഡായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, മെറീനേക്കാളും അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഞാനൊരു എൻ്റെ കീഴിലൊരു 180 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിയൊരു പൊസിഷനാണ്. അപ്പോൾ അത്രയും എന്താണ് പറയുക, എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമുക്കൊരു ടൈമില്ല. അങ്ങനത്തെ ഉള്ളൊരു ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു സ്വിച്ച് ഓഫ് ആയിട്ട് ഇവിടെ ഓണായി നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക്. പിന്നെ നമ്മുടെ ഫിനാൻഷ്യലി കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി. നമ്മൾ ഫാഷനൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചും കൂടി ഇന്ന് അഡ്വാൻസ്ഡായി, കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ വഴി കുറേ ക്രിയേറ്റേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം, മെറ്റ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടി. യൂട്യൂബ് ഷോർട്സിൻ്റെ മലബാർ അംബാസിഡേഴ്സ് ആയിരുന്നു നമ്മൾ. അങ്ങനെയുള്ള കുറേ പിന്നെ കുറേ TV അവാർഡ്സ് കിട്ടി, അല്ലാദ്യം അവാർഡ്സ് കിട്ടി. അപ്പോൾ കുറേ അധികം റെക്കഗ്നിഷൻ വന്നു, ആൾക്കാരുടെ മുന്നിലൊരു ഫേസ്, സ്പേസ്, ഇതൊക്കെ കിട്ടി. ഒരു നല്ലൊരു ചേഞ്ചാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നമുക്ക് മോശമായിട്ട് എന്തെങ്കിലും നടന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്കത് കുറച്ച് എന്തെങ്കിലും ഈ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ എന്നല്ലാണ്ട് നമുക്ക് പേഴ്സണലി നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ലൈഫ് വേണ്ടായിരുന്നു, പഴയ ലൈഫ് മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് തോന്നാറില്ല, നിനക്കിടക്കിടക്ക് തോന്നാറ്. മെറീനുള്ള ക്വസ്റ്റ്യനാണ്, മെറീനോട് ചോദിച്ചോ. പറയടി. അങ്ങനെയല്ല, അത് ഇപ്പം ചോദിച്ചില്ലേ എന്ത് മാറ്റം ഉണ്ടായതെന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഈസി ആയിട്ടില്ല. ഫിനാൻഷ്യലി ബെറ്റർ ആയി, അങ്ങനെയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഹാർഡ് വർക്ക് കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ ആ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ ടൈമിങ്സ് ഒക്കെ ഭയങ്കര കംഫർട്ടാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിനോട് കൊണ്ടുപോകാൻ പറ്റിയത്. ഒരു 9 to 6 വർക്ക് ചെയ്താൽ മതി. എല്ലാ പബ്ലിക് ഹോളിഡേയ്സും ഓഫാണ്, സാറ്റർഡേ സൺഡേ ഓഫാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദിസ് EMIs ആ മാറ്റം, എനിക്ക് ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ജോബായിരുന്നു എൻ്റെത്. അപ്പോൾ അത് ഇടയ്ക്ക് ഞാനിങ്ങനെ, ഇതിന് ഭയങ്കര സ്ട്രെസ്സാണ് ആക്ച്വലി. നമ്മളിപ്പം ചില ആൾക്കാർ പറയും വീഡിയോ ഇടുന്നു അവർക്ക് അങ്ങനെയല്ല. നമ്മൾ അതിനെ കുറച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന വേണം. ചിലപ്പോഴൊക്കെ ഉറങ്ങാതെ ഇരുന്ന് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ആ പണിയായിരുന്നെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 11 o'clock ഉറങ്ങാൻ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ക്രിയേറ്റർ ജേണി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നോ ഇവർക്ക് എന്താ, ഇവര് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ ലക്ഷങ്ങള് കിട്ടും. ആക്ച്വലി അതേ അല്ല. ഇത് മെരി പറഞ്ഞ പോലെ നമ്മുടെ ഒരു 9 to 9 hours ഒരു ജോബ് ആണെങ്കിൽ നമുക്കത് കഴിഞ്ഞാൽ തീർന്നു, വീട്ടിലെത്തി പിന്നെ നമ്മുടെ വർക്കായി കാര്യങ്ങളാണ്. പക്ഷെ ക്രിയേറ്റർ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ സെക്കൻഡും ഓരോരോ ടാലന്റഡ് ഓരോരാൾ വൈറലായിക്കൊണ്ടിരിക്കില്ലേ. നമ്മളൊരു പ്രാവശ്യം ഒരു 10 വീഡിയോ വൈറലായി നമ്മൾ ആൾക്കാരെ അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫെയിം അവിടെ തീർന്നു, നമ്മുടെ എല്ലാം അവിടെ കഴിഞ്ഞു. കാരണം ഒരു ബുക്കിൻ്റെ മുകളിൽ 10 ബുക്ക് എടുത്ത് വെച്ച പോലെയാണ് ഓരോ ടാലൻറ്റ്സ് വരുന്നത്. അപ്പം നമ്മൾ അവരുമായിട്ട് എല്ലാ ദിവസവും ചാലഞ്ചിങ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ക്രിയേറ്റീവ് ആവണം, നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം, നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കണം, ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ഈ 1 minute കാണുന്ന വീഡിയോസൊക്കെ പല വീഡിയോസും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പം 2 hours, 3 hours, 4 hours, 8 hours വരെ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. ഈ 1.5 minute എന്നൊക്കെ പറയുന്ന വീഡിയോസ്. പിന്നെ അത് ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ലല്ലോ. അതിപ്പം നമ്മൾ ഈ ഓൺ വോയിസ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വേറെ എഡിറ്റേഴ്സൊന്നുമില്ല. മെരി തന്നെയാണ് നമ്മുടെ ബ്രാൻഡഡ് ഡീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന മെരിയാണ്, അല്ലാത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റിംഗ് ഒന്നും പഠിക്കാത്ത ആളാണ്. നമ്മൾ ഈ യൂട്യൂബൊക്കെ വന്നപ്പോൾ അതിൽ തന്നെ ചെയ്ത് സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിച്ചതാണ്. എഡിറ്റിംഗ് ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും ഈ വീഡിയോ എടുക്കുന്നതായാലും ഒക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ആൾക്കാർ വളരെ ഈസി ആയിട്ട്
എനിക്കെന്താ വീഡിയോ ഇട്ട അതല്ല, അതിലവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല ടൈം കൊടുക്കണം. വീഡിയോ എടുക്കുന്നതിന് നമുക്കൊരു ടൈമും ഇല്ല. നമ്മൾ രാത്രി 2 മണിക്ക് എടുക്കാറുണ്ട്, രാവിലെ 6 മണിക്കും എടുക്കാറുണ്ട്, ഉച്ചക്ക് 3 മണിക്കും എടുക്കാറുണ്ട്. പിന്നെ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊച്ചി പോയാൽ നെക്സ്റ്റ് ഡേ ചിലപ്പം വയനാടായിരിക്കും, പിന്നെ അടുത്ത ദിവസം കാസർഗോഡായിരിക്കും. പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ അത് നല്ല ഹെക്ടിക് ആയിട്ടുള്ള ഹാർഡ് വർക്കുള്ള ഡിറ്റർമിനേഷനൊക്കെ ഉള്ള ഒരു ജോബ് തന്നെയാണ്.